NREG വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതികൾക്കായി UDF ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ കാര്യാലയങ്ങളിലേക്കും NREGയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. നഗരസഭാ കാര്യാലയത്തിലേക്ക് നടന്ന മാർച്ച് CPM പുനലൂർ ഏരിയ സെക്രട്ടറി ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. എന്ന കേന്ദ്ര ഗവൺമെന്റ് നിലപാട് ശരിയല്ല എന്ന് ഇന്ത്യയിലെ ഇടതുപക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് പറഞ്ഞു ഇത് നഗരസഭകൾക്ക് ബാധകമല്ല, ഇതൊരു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. നഗരപ്രദേശങ്ങളിൽ പട്ടിണി കിടക്കുന്നവരും പാവപ്പെട്ടവരും കയറിക്കിടക്കാൻ ഇടമില്ലാത്തവരും ഇല്ല എന്നാണ് കേന്ദ്ര UPA ഗവൺമെന്റ്. NREG യൂണിറ്റ് പ്രസിഡന്റ് റാണി ജേക്കബ് അധ്യക്ഷയായിരുന്നു. LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി S. ബിജു സ്വാഗതം പറഞ്ഞു. മുൻ മുനിസിപ്പൽ ചെയർമാൻ MA രാജഗോപാൽ, നഗരസഭാ അധ്യക്ഷ വിമല ഗുരുദാസ്, രാജേന്ദ്രൻ നായർ, P. സജി, ടൈറ്റസ് സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. CPM പുനലൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വസന്ത രഞ്ജൻ, സുശീല രാമചന്ദ്രൻ, ബിനോയ് രാജൻ, NP ജോൺ എന്നിവർ നേതൃത്വം നൽകി. ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് കേന്ദ്ര സർക്കാർ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ചത്. മുനിസിപ്പാലിറ്റികളിലും ഇതേ പദ്ധതി ആരംഭിക്കുന്നതിനായാണ് LDF സർക്കാരിൻ്റെ ഭരണകാലത്ത് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതിനായി അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ബഡ്ജറ്റിൽ 2 കോടി രൂപ വകയിരുത്തിയിരുന്നു. മുനിസിപ്പാലിറ്റികളിലും ഇതേ പദ്ധതി ആരംഭിക്കുന്നതിനായാണ് LDF സർക്കാരിൻ്റെ ഭരണകാലത്ത് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ KM മാണി ധനമന്ത്രിയായപ്പോൾ ഈ പദ്ധതി എടുത്തുമാറ്റിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചത്. 3000-ഓളം പേരാണ് ഈ പദ്ധതിയിൽ പുനലൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ശ്രമിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ജോർജ് മാത്യു ആരോപിച്ചു. ലൈവ് വാർത്ത പുനലൂർ.